ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഇന്നെന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇന്ന് വേറെ ഒന്നല്ല, ഇന്നൊരു കുക്കിംഗ് പരിപാടിയാണ്. നമ്മളെ മെയിൻ ഷെഫുകളുണ്ട്. ഹെയ്സ് ആൻഡ് ഗൈഡ്സിൽ തന്നെ കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതാ പാനൊക്കെ വെച്ചേക്കുന്നത്. നമ്മൾ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, അതായത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്ക്വിഡ് റോസ്റ്റ് ആണ്. അപ്പോൾ ഷെഫ് നമ്മളെ അസിസ്റ്റ് ചെയ്യും, നമ്മൾ ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വാട്ട് വി ഹാവ് ടു പുട്ട്. വല്ലതും നടക്കുമോ? അവർക്ക് റെസ്റ്റായി. ഹൗ മെനി ടേബിൾ സ്പൂൺ? മലയാളി ആയിരുന്നു അല്ലേ? കണ്ടെത്തൊന്നുമില്ല. ഓക്കെ, 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതുണ്ടാക്കി പഠിച്ചിട്ട് വേണം വീട്ടിൽ പോയിട്ടുണ്ടാക്കാൻ. ഓക്കെ, ഇനിയിത് ചൂടാവണ്ടേ? അങ്ങനെയൊക്കെ എടുത്ത് കാണിക്കേ. എങ്ങനെ അങ്ങനെയൊക്കെ എടുത്ത് കാണിക്കാൻ. അപ്പോൾ നമ്മളൊന്ന് പാൻ വട്ടം ചുറ്റിച്ചിട്ടുണ്ട്. പാൻ വട്ടിയാ? അല്ല, എങ്ങനെ ചുറ്റിക്കാം. ഇതിൻ്റെ കയ്യിലെ കുറച്ച് ലൂസാണ്. ഇട്ടോട്ടെ. എത്ര സ്പൂണാ? ഒരു സ്പൂൺ കുറച്ചിട്ടാ മതി. ഓക്കെ, 1/2 സ്പൂൺ. അപ്പം നമുക്ക് 1/2 സ്പൂൺ പച്ചമുളക് ഇടാം. ഓക്കെ, ഫുൾ ഇടാലോ? എല്ലാം എടുത്തിട്ടേനെ പാനില്. കുറച്ച് ഷെഫ് പറയണ കേക്കൂ. കുറച്ച് ജിഞ്ചറും ഗാർലിക്കും ഇടാം. ഇത്ര മതിയോ? ഓക്കെ, നമുക്ക് കുറച്ച് മതി. എന്നിട്ട് നമുക്ക് സോട്ട് ചെയ്യാം. ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമ്മൾ സോട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ രണ്ടുപേരും പേരെന്താ? പ്രവീൺ. യുവർ നെയിം? മുഹമ്മദ് സയ്യിദ് അലി. മുഹമ്മദ് സയ്യിദ് അലി. ഓക്കെ ഓക്കെ, നല്ല മണമൊക്കെ വരുന്നുണ്ട് സോട്ട് ചെയ്യുമ്പോൾ. എനിക്ക് വന്നില്ലല്ലോ, ഞാൻ ഇവിടെ നിൽക്കല്ലേ, അപ്പം എനിക്ക് വരും. ഓഹോ, നല്ല മണമുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? എത്ര വർഷമായി ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? 2 മാസം. ഷെഫുമാരുണ്ടാക്കുന്ന നല്ല കൈപ്പുണ്യമാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ എന്താവും അറിഞ്ഞൂടാ. കാരണം പോലെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ അങ്ങനെ ആവാൻ മതി. ഓക്കെ, കുറച്ച് കറി ലീഫ് ഇടാം നമുക്ക്. ഇത് കണ്ടോ, റെഡ് ചില്ലി. എല്ലാം കുറച്ച് കുറച്ച് മതി. നമുക്ക് സ്പൈസി ഓവർ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മീഡിയം മതി. കുറച്ച് മതി കേട്ടോ. അത് തന്നെ. ഇതെല്ലാം നമ്മൾ മിന്നലുണ്ട്. അത് തന്നെ, മിന്നലേൽക്കൂലായിരിക്കും. ഏയ്, മിന്നല് പോലും വേണ്ട മോളാ. ഓക്കെ, ഇത് ബ്രൗൺ ആയിട്ടുണ്ട്. ഓക്കെ, ഫുൾ ഒനിയൻ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളെ റെസിപ്പിക്ക് ഏറ്റവും ടേസ്റ്റ് തരുന്നത് ഒനിയനാണ്. സോ ഒനിയൻ ഷെഫ് പറഞ്ഞില്ലല്ലോ അങ്ങനെ. അല്ല, ഞാൻ പറഞ്ഞ എന്നെ ചമ്മിപ്പിക്കല്ലേ. സോ നമ്മൾ ഒനിയൻ നല്ലോണം സോട്ട് ചെയ്യാം. ഓക്കെ, വേർ ആർ യു ഫ്രം? കൊൽക്കത്ത. How long you have been here? How long you have been here working? 4 months running. Oh, nice. തീ കുറയ്ക്കണ്ടേ? വേണ്ട, എങ്ങനെ ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കും. യു അണ്ടർസ്റ്റാൻഡ് മലയാളം? Understand fine, but not speak. മനസ്സിലാവും എന്നാ പറഞ്ഞത്. അതെനിക്ക് മനസ്സിലായി. ഇവിടെ നമ്മൾക്ക് നല്ല പുകയൊക്കെ വരുന്നുണ്ട്. തീ പിടിക്കൂലെന്ന് തോന്നുന്നുണ്ട്. ഓ, മനസ്സിലായി തോന്നുന്നു. എൻ്റെ സ്ലാങ് വരെ മനസ്സിലാക്കുന്നുണ്ട്. നൈസ്. മനസ്സിലാക്കിയാലും പറ്റുമോ? തീ കൊണ്ടോ? Should we put some salt? Salt. ഉപ്പ് മറന്നുപോയി നമ്മളെ ഷെഫ്. അപ്പോൾ ഉപ്പ് എടുത്തുകൊണ്ട് വരാൻ പോയേക്കാണ്. എന്നിട്ട് നമ്മൾ ഉപ്പാനിയിലിടും. ഉപ്പിടുമ്പോഴാണ് നമുക്കത് പെട്ടെന്ന്
വാടിയിട്ട് വരിക. ഉപ്പ് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉപ്പിട്ട് ഇനി നമുക്ക് ഒരു കുറച്ച് നേരം ഇങ്ങനെ സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ. എവിടുന്നാ? പത്തനംതിട്ട. ഇവിടെ പരിശ്രമം അങ്ങനെ ഇടുമ്പോൾ ചോദിക്കുക നമ്മൾ പിന്നെ ഇതൊക്കെ ചെയ്യലുണ്ട്. നമ്മൾ എന്താ പറയാ, നമ്മൾ തന്നെയാണല്ലോ കുക്ക് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുന്നത്. സോ കുറെ ഉള്ളിയൊക്കെ വാട്ടിയിട്ടുള്ളതാ. ഇപ്പൊ ഷെഫ് സ്ലൈറ്റ്ലി ഒന്ന് മാറിയിട്ടുണ്ട്. ചിരിക്കല്ലേ, അടുത്ത ചട്ടിയിലിടുവേ. അല്ല ചിരിപ്പിക്കല്ലേ. നല്ല സൈഡിൽ നിന്ന് ഞാൻ ക്യാമറ ആയതാ. അങ്ങനെ പണി കിട്ടുമെന്ന്. നമുക്ക് ഉള്ളി സോഫ്റ്റ് ആവണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പണ്ട് പണിയെടുക്കാൻ ഇതായിട്ട് ഉമ്മ വിളിക്കുമ്പോൾ പഠിക്കാനുണ്ടെന്നാ പറയാ. അപ്പൊ വീഡിയോ എടുക്കാന്നാ പറയല്. പക്ഷെ ഇനി ആ കള്ളത്തരൊന്നും നടക്കൂല മോളെ. ഇതൊക്കെയാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ്. കാണിച്ചു തന്നിട്ടുണ്ടാവല്ലോ അല്ലേ? ഇത് തേങ്ങാപ്പാലല്ലേ? ഇവിടെ എല്ലാത്തിലും തേങ്ങാപ്പാൽ വയ്ക്കോ? മിക്കതിലും അതാണല്ലോ ടേസ്റ്റ് കൊടുക്കുന്നത്. പയറിന്റെ കറിക്ക് രാവിലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറുപയർ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സന്തോഷിക്കൂ. നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. അതെന്തിനാ ആഡ് ചെയ്യുന്നത്? ഓയിൽ തീർന്നു പോയിട്ട്. ആണല്ലേ? ബുദ്ധി വേണ്ടേ? ഓയിൽ തീർന്നു പോയിട്ടല്ല, തീർന്നിട്ടല്ലേ അടി പിടിക്കുന്നേ. കണ്ടാ ലാസ്റ്റ് തല്ലാവിട്ട് ഇവിടെ ചട്ടിയൊക്കെ എടുത്ത് അറിയും. പോയി ആരോടും പറയട്ടോ ചെറുത്. ഒരു സവാള പുറത്തേക്ക്, അത് കരിഞ്ഞും പോയി തോന്നുന്നുണ്ട്. ഓക്കെ, ഉള്ളി സോഫ്റ്റ് ആയി. നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ടൊമാറ്റോ ആഡ് ചെയ്തപ്പോൾ ടൊമാറ്റോ നമ്മളോട് മിണ്ടി. കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്യും. ഒരു കരിഞ്ഞ മണമൊക്കെ വരുന്നുണ്ട്. ആ ഉള്ളി നല്ലോണം ഒരു ബ്രൗൺ ആൻഡ് സോഫ്റ്റ് ആയിട്ടുണ്ട്. കരിഞ്ഞിട്ടില്ലല്ലേ? ഇനി ഇതെന്ത് വരൾക്കണം നിങ്ങളാ? ഞാൻ യു വിത്ത് ഷെഫ്. തീ പോയി, തീ വരെ കടത്തിക്കളയും. ഞാനല്ല. അപ്പൊ അത് ഇത്രയും ഓഫായിട്ടാണ് നമ്മൾ ചെയ്തു. പാവത്ര ഇളക്കിയത് വേസ്റ്റായി. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു, നമ്മൾ തന്നെ കഴിക്കുന്നു. അപ്പൊ എന്തെങ്കിലും നമ്മൾ തന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, ഇതെന്താ? മുളക് പൊടി. അപ്പം നമുക്ക് മുളക് പൊടി എത്ര ഇടുന്നേ? 1.5-1.25 സ്പൂൺ മുളക് പൊടി ഇട്ടിക്കുന്നു. പിന്നെന്താ ഇടാനുള്ളത്? മല്ലിപ്പൊടി എത്ര? 1.5. സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഇനി വേറൊരു മണമായിരിക്കും. മഞ്ഞപ്പൊടി ഇടാം. ഞാൻ ഈ മസാലൻ്റെ പച്ചമണം മാറണ്ട്. കുക്കിംഗ് വ്ലോഗ് തുടങ്ങും. ഇത് സീക്രട്ട് ഇൻഗ്രീഡിയന്റ്. അപ്പൊ നമ്മളെ ഷെഫ് ഇതില് സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതല്ല, അപ്പൊ ഇതിലൊരു പൊരിച്ച സ്ക്വിഡ് വേണ്ടിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് നേരത്തെ വന്ന് ചട്ടിയില് സീക്രട്ട് മസാല ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് പറഞ്ഞൊന്നും തരുന്നില്ല, കാരണം ഓല സീക്രട്ട് ഇൻഗ്രീഡിയന്റ്. ഇപ്പൊ എന്താ ആഡ് ചെയ്തീന? സ്ക്വിഡ് ആണോ? ഓ, എല്ലാം ആഡ് ചെയ്യണ്ട. അതറിയാണ്ട് പറഞ്ഞ മീനതാ. ഓ, ഓക്കെ. സോട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. സോട്ട് ചെയ്യുന്നില്ല, വെറുതെ പേരിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക തന്നെ. പിന്നെ ഓക്കെ, നമ്മളങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ച് വെള്ളം, ഇത്തിരി അടി പിടിക്കാണ്ടിരിക്കാനാണെന്ന് തോന്നുന്നുണ്ട്, ഇത്തിരി വെള്ളം ഒഴിച്ച് നമ്മൾ സെറ്റ് ചെയ്യും. കണ്ടോ, പുകയൊക്കെ പറന്ന് നല്ല മണം വരുന്നു ഗൈസ്.
മണം വേണ്ട നോക്കടുത്തേണോ ഓക്കെ ഷെഫ് എൻ്റെ കുക്കിങ്ങൊക്കെ കണ്ട് ചോദിക്കും അവരുടെ റെസിപ്പിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് സ്ക്വിഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ പഠിച്ചു വെച്ചാൽ അവിടെ പോയിട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ വീഡിയോ ഒന്നുകൂടെ കാണട്ടെ. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മൾ വെള്ളം കുറച്ചുകൂടെ ഒഴിക്കാം. ഇത് അടി പിടിക്കാണ്ടിരിക്കാനല്ലേ? തുമ്മാമനാണ് കേട്ടോ. ഓക്കെ, ഇത് റോസ്റ്റ് ആണോ? ആ, അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തൊരു ഷെഫാണിത്. നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ ആഡ് ചെയ്യാണ് ഇവിടെ. ഷെഫിന് കിളി പോയിട്ടോ. ഈ ഷെഫല്ല, ദിസ് ലോക്കൽ ഷെഫ്. ലോക്കൽ ഷെഫ് നീ വീട്ടിലോട്ട് വാ. തേങ്ങാപ്പാൽ ഫുൾ ഒഴിക്കോ? കുറച്ച് ഒഴിക്കോ? തേങ്ങാപ്പാൽ ഒഴിച്ചപ്പം തന്നെ നല്ല ഭംഗിയുണ്ട്. നല്ല ടേസ്റ്റ് നമ്മൾ നോക്കിയില്ല, നല്ല ഭംഗിയുണ്ട്. നൈസ്. ഓയിൽ ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിക്കല്ലേ? ആവശ്യത്തിന് അനുസരിച്ച്, ടേസ്റ്റിനനുസരിച്ചായിരിക്കും അല്ലേ? പിന്നെ തേങ്ങാപ്പാൽ എപ്പോൾ ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഉപ്പ് നോക്ക്. അങ്ങനെ നമ്മളുടെ ഷെഫ് ഉപ്പ് നോക്കാൻ പോവുകയാണ്. ഉപ്പ് ആ നോക്ക്, കയ്യിലെടുക്കുന്നൊരു കയ്യിൽ ആക്കിയിട്ട് നോക്ക്. നോക്കട്ടെ, നോക്കിക്കോ. അങ്ങനെ മതിയാ? നോക്കണ്ടേ? എന്ത് മതി? ആണോ? എന്ത് മതി? ടേസ്റ്റ് നോക്കട്ടെ. ഞാൻ മാറിപ്പോയി, പിടിച്ചില്ല. ടേസ്റ്റ് നോക്കാനൊരു സമയം കിട്ടിയില്ല. ഇതിപ്പോ നല്ല റോസ്റ്റായി, ഡ്രൈ. ലാസ്റ്റ് നോക്കുന്നതായിക്കോട്ടെ നല്ലതല്ല, നമ്മളെ കൈ പൊള്ളിപ്പോവും. സെറ്റ്. ഇതൊക്കെ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. സ്പൂണ് വല്ലതും ഉണ്ട്? സ്പൂൺ ഉണ്ടോ? നമുക്ക് ടേസ്റ്റ് നോക്കാം. അയ്യോ, അത് കൊടുക്കും. എല്ലാം പോയാലോ. ഉപ്പൊക്കെ ഉണ്ടോ? പാകം. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനിപ്പോ ചട്ടിന്ന് വരുത്തുന്നുള്ളൂ, പ്ലേറ്റ് ഒന്നും വേണ്ട. അയ്യോ, പോയി. നല്ല ഭാഗ്യം. അത് ഞാൻ തിന്നിട്ടില്ല, താഴ്ത്തോയതാ. ഷെഫ് വിചാരിക്കുന്നുണ്ടാവും എങ്ങനെ മണ്ടന്മാരൊക്കെ വിളിച്ച് ഞാൻ കുക്ക് ചെയ്യുന്നു. നല്ല ടേസ്റ്റ്. വേറെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നുണ്ട്. സോ ഗുഡ്, ഇറ്റ്സ് റിയലി നൈസ്. ഓക്കെ, ഇനിയും സോർട്ട് ചെയ്യണം. നമ്മൾ ഇനിയും സോർട്ട് ചെയ്യാണ്. സോർട്ട് ചെയ്യും. ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഷെഫ് ഗാർണിഷ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്ന് കിട്ടും. ഇത് ഇതിലേക്ക് സെർവ് ചെയ്യണം. ഓ, സെറ്റ് സാധനം. ടേസ്റ്റ് ചെയ്യണോ? അല്ല, അവർക്കൊരു പേടി ടേസ്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ സാധനം. അങ്ങനെ ഇന്ന് നമ്മളെ കുക്കിംഗ് ഡെമോയിൽ നമ്മൾ കാഴ്ച വെച്ചിരിക്കുന്നു നമ്മളുടെ കഴിവ്. നമുക്ക് ആളെ പിടിക്കാം. അല്ല, ഞാൻ ടേസ്റ്റ് ചെയ്തല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളെ ഷെഫ് അസിസ്റ്റ് ചെയ്തോണ്ട് ഒന്നും ഉണ്ടാവില്ല. എനിവേസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക്സ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയത് ഇവിടെ വന്ന് നമ്മൾ കഴിക്കുകയാണ്.
ഹൗസ്. ഞാൻ കൈ വെച്ചിട്ടാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പിന്നെ ഭയങ്കര കൈപ്പുണ്യായോണ്ട് അതെ, ജനിച്ചു തന്നെ കൈപ്പുണ്യം കൊണ്ട്, അതുകൊണ്ട് തന്നെ രക്ഷയില്ല. ഞാൻ കണ്ണ് ചുമ്മിയത് തിന്നത് കാരണം അത്രയും ടേസ്റ്റ്. എന്തോ സീക്രട്ട് മസാല അല്ല, ശരിക്കും നല്ല രസമുണ്ട്. ആ ടേസ്റ്റ് ഉണ്ട്, ഇല്ലാന്നൊന്നുമില്ല. ഇത്തിരി എരിവ് കൂടുതലാണ്. അത് എരിവാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് തോന്നുന്നു. എരിവില്ലാലോ? എനിക്ക് എരിവുണ്ട്. ആ എരിവ് എന്താ തോന്നുന്ന അറിയാം, ഇത് തിരെ എരിവില്ല. എരിവ് തോന്നുന്നതിൻ്റെ കാരണം ചൂടാണ്. ഷെഫൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ഇങ്ങനെയൊന്നും പറയല്ലേ. പക്ഷേ നമ്മൾ ഇവരോട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർക്ക് എന്തോ ഒരു പേടിയോ അല്ല, നമ്മൾ ഉണ്ടാക്കിയോണ്ട് അതിന് ടേസ്റ്റ് ചെയ്തില്ല അല്ലേ? സത്യം. അപ്പം നമുക്കിനി അടുത്ത ബ്ലോഗിൽ കാണാം.